വർഷങ്ങളായുള്ള പെരുമ്പളത്തുകാരുടെ കാത്തിരിപ്പിന് വിരാമം. ദ്വീപിന്റെ ജീവനാഡിയായി മാറുന്ന പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം 7-ന് രാവിലെ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. പെരുമ്പളത്തുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഈ പാലം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം. ബോട്ടും ജങ്കാറും ഉപയോഗിച്ചാണ് ഇവിടത്തുകാർ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത്. ആ യാത്രാക്ലേശത്തിന് കൂടി പരിഹാരമാവുകയാണ് ഈ പാലം വരുന്നതിലൂടെ. വേമ്പനാട്ട് കായൽ പരപ്പിന് മുകളിൽ വിസ്മയപാലം യാഥാർത്ഥ്യമായതോടെ പെരുമ്പളം ദ്വീപും അരുവിക്കുറ്റി വടുതലയും കൈകോർക്കുകയാണ്. ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും കലഹങ്ങൾക്കുമാണ് ഇതോടെ അവസാനമാകുന്നത്. ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു പാലമാണ്. വളരെ കാലത്ത് നീണ്ട ഒരു ഈ ആഗ്രഹമാണ് ഈ പാലം ഇവിടെ വരണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ മകളുടെ വീട്ടിൽ പോകണമെങ്കിൽ സൗകര്യമാണ്. അല്ലെങ്കിൽ ബോട്ട് കയറി നടന്ന് വേറെ വണ്ടിക്ക് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ നടന്നങ്ങനെ പോകാം. കുഴപ്പമില്ല, നല്ല സൂപ്പർ പാലമാണ്. അത് പെട്ടുപോകാൻ ഞങ്ങളെ ബോട്ട് ചിലപ്പോൾ ബോട്ട് അടക്കം പെൻഡിങ് ആയി പോകും. ബോട്ട് ചിലപ്പോൾ സമയത്ത് ബോട്ട് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പാലം വന്നപ്പോൾ പ്രശ്നമില്ല, നേരെ അങ്ങോട്ട് പോയി കാണാൻ അങ്ങനെ പോവാം. പാലം വരുന്നതോടെ ദ്വീപിലെ ഗതാഗത മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾ വരും. കാറുകളും ബസ്സുകളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ദ്വീപിലേക്ക് എത്തും. പെരുമ്പളം പഞ്ചായത്തിലേക്കുള്ള KSRTCയുടെ ട്രയൽ റണ്ണിനെ വൻ വരവേൽപ്പ് നൽകി സ്വീകരിച്ചത് ആ സന്തോഷത്തിന്റെ നേർക്കാഴ്ചയാണ്. മണിക്കൂറുകളോളം ഇനി ജങ്കാറിന് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന ആശ്വാസത്തിലാണ് ഇവിടത്തുകാർ. കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളത്തേത്. വേമ്പനാട് കായലിന് മുകളിലൂടെയുള്ള പാലത്തിന്റെ സൗന്ദര്യം കാണാൻ എത്തുന്നവരുമുണ്ട് കൂട്ടത്തിൽ. നേരത്തെ ഒരു ഐലൻഡ് ആയിരുന്നു, ഇപ്പൊ ആ ഐലൻഡ് എന്നുള്ള ഇത് മാറി. ഇപ്പൊ ഇനി എല്ലാവർക്കും ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത മാറി. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ബോട്ടിന് ജങ്കാറിന് അവിടെ വന്നിറങ്ങിയിട്ട് ആ ജങ്കാറിൽ നിന്ന് ജസ്റ്റ് ഈ പാലത്തിലോട്ട് വന്നതാണ്. അപ്പം ഇനിയിപ്പോൾ പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ജങ്കാറ് നിർത്തും. അപ്പോൾ ജങ്കാറിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ജങ്കാറിൽ കയറി ലാസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി വന്നു. കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ 108 കോടി മുടക്കിയാണ് പെരുമ്പളം പാണാവള്ളി പാലത്തിന്റെ പദ്ധതി നടപ്പിലാക്കിയത്. കോടതി വ്യവഹാരം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ അതിജീവിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബോട്ടുകൾക്കും ജങ്കാറുകൾക്കും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ഇനിയില്ല. യാത്രാക്ലേശം മൂലം അവരനുഭവിച്ച പ്രതിസന്ധികൾക്കും ഇതോടെ പരിഹാരമാവുകയാണ്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.